കയ്യൊത്തിരി അനക്കണ്ട. എന്തായാലും ഒരാഴ്ച പോക്കാം. കമ്പനിയിൽ വെച്ച് പറ്റിയതുകൊണ്ട് സാലറി കിട്ടും. ശരി, നമുക്ക് വൈകിട്ട് കാണാം. മതിയാ? കാല് മാത്രല്ല, അമ്മയുടെ മേലും നടും ഒക്കെ വേദനയാ. മരുന്ന് കഴിച്ചാർന്നാ? ഇല്ല. പിന്നെ എങ്ങനെയാ? മരുന്ന് കഴിച്ചാലേ അത് മാറുള്ളൂ. ഹലോ, ഇന്ന് നേരത്തെ വന്നാ? ഇല്ല ഇന്ന് ലീവാക്കിയില്ലേ? ഇല്ല, എന്റെ കയ്യോ. ലീവ് എടുത്തിരുന്നോ? ഈ മാസം എന്റെ വള പണയം വെച്ച് എടുത്തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ. അതെടുക്കാം. പിന്നെ ഒരു മാസം എന്ന് പറഞ്ഞിട്ട് മാസം 8ആയി. മാമന്റെ മോളുടെ കല്യാണം വണ്ട്, ഡ്രസ്സ് കുറച്ച് എടുക്കാനും ഉണ്ട്. അത് സമയമുണ്ടല്ലോ ഇനി. ഞാൻ പറഞ്ഞുന്നുള്ളൂ. പിള്ളേരാ അവിടെ ഇരുന്ന് കളിക്കണ്ട്. അമ്മേന്തേ? കൊടുക്കാം. അമ്മ ആ, എങ്ങനെയുണ്ട് ഇപ്പോ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോനെ. കാലിനിപ്പോ വേദനയുണ്ടോ? ഇല്ല മോനെ, അതൊക്കെ മാറി. മോൻ വല്ലതും കഴിച്ചാ? കഴിച്ചമ്മ. എന്നാ വേറെ ഒന്നുമില്ല, ഞാൻ അവളുടെ കൊടുക്കാം. ഈ നേരം വരെ കൈയും കാലും നടും ഒക്കെ വേദനയായിരുന്നു. മോൻ വിളിക്കുമ്പോ ഇമാതിരി നുണ പറയണ എന്തിനാ? നമ്മൾ ഈ മക്കളൊക്കെ അടുത്തില്ലാണ്ട് അവൻ ഈ ദൂരെ പോയി കഷ്ടപ്പെടണത് നമുക്കും കൂടി വേണ്ടിയിട്ടല്ലേ? ഈ ജോലി കഴിഞ്ഞ് കിട്ടണ സമയത്ത് നമ്മളെ വിളിക്കുമ്പോ എന്തിനാ അവനെ സങ്കടപ്പെടുത്താനായിട്ട് ഇതൊക്കെ പറയണേ? ഈ പ്രവാസം എന്ന് പറഞ്ഞൊരു പ്രയാസം അത് അനുഭവിച്ചവർക്കേ അറിയൂ. ഇഷ്ടമുണ്ടായിട്ടല്ല, എങ്ങനെയെങ്കിലുമൊക്കെ കര പറ്റിയിട്ട് തിരിച്ചു വരാന്ന് കരുതി അതങ്ങനെ അവിടെ തളച്ചിട്ട പോലെ കിടക്കുക. എന്തിയേ? ഇപ്പൊ വിളിച്ചല്ലേ ഉള്ളൂ. ഞാൻ ചുമ്മാ വിളിച്ചതാ. ചേട്ടൻ എന്തേലും കഴിച്ചാ? കഴിച്ചു. എന്തിന്ന് പോവാഞ്ഞേ? ചുമ്മാ മടി. അങ്ങനെ ഒത്തിരി മടി പിടിച്ചൊന്നിരിക്കണ്ടാട്ടാ. ഇതൊന്നും മാത്രല്ലേ ഉള്ളൂ. വേറെ എന്താ?